ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു ബ്രെയിനി ബഡീസ് ദ റൈറ്റ് ഗൈഡൻസ്. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെ ആത്മവിശ്വാസം, കോൺഫിഡൻസിനെയൊക്കെ തകർക്കുന്ന ചെറിയ ചെറിയ പെരുമാറ്റങ്ങളൊക്കെ പാരൻസിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ, അതായത് ബ്രെയിനി ബഡീസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ, പിന്നെ കുറച്ച് കോണ്ടന്റ് സെഷൻസ്, അതായത് നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ സബ്ജക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കോണ്ടന്റ് സെഷൻസ് ഒക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ അവൈലബിൾ ആക്കുന്നുണ്ട്. സോ അതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് പേരൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ അവരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, അവൻ എത്ര നന്നായിട്ട് പഠിക്കുന്നു, അവൾ എത്ര നന്നായി പഠിക്കുന്നു, നീ എന്താ ഇങ്ങനെ, ആ വീട്ടിലെ കുട്ടിയെ നോക്കുക, അമ്മ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നു, നീ ഒന്നിനും ഹെൽപ്പ് ചെയ്യില്ല. ഒരിക്കലും നമ്മുടെ മക്കളെ അങ്ങനെ കമ്പയർ ചെയ്യാതിരിക്കുക. അതായത് നമുക്ക് തന്നെ നമ്മളെ വേറൊരാളുമായിട്ട് നമ്മുടെ പേഴ്സ്, നമ്മുടെ പാർട്ട്നേഴ്സ് ഇപ്പോൾ പറയാം അവരുടെ വൈഫ് കുറച്ച് നല്ലതാണ് നിന്നെക്കാട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അല്ല അവരുടെ ഹസ്ബൻഡ് നല്ല എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഇങ്ങനെ പറയുന്നു, അത് നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ്. അതുപോലെ തന്നെയാണ് കുട്ടികളും, നമ്മൾ അങ്ങനെ പറയുന്നു ഒരിക്കലും കുട്ടികൾക്ക് ഇഷ്ടമല്ല. സോ മാക്സിമം ആ ഒരു കമ്പാരിസൺ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ കുട്ടികളെ നമ്മളിപ്പോൾ ചില പാരൻസ് നമുക്ക് ആ ഒരു എന്തെങ്കിലും തെറ്റുകൾ കുഞ്ഞുങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുട്ടികളെ ശകാരിക്കാതിരിക്കാനായിട്ടൊന്ന് നോക്കുക. അതായത് കുഞ്ഞുങ്ങളുടെ ആ ഒരു വളർന്നു വരുന്ന പ്രായത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുട്ടികളെ വഴക്ക് പറയുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അടിക്കുക, അത് അവരുടെ ഉള്ളിൽ ആത്മവിശ്വാസം കുറയും. മാത്രമല്ല അവർക്കത് ഭയങ്കര നാണക്കേട്. അവരുടെ ആ ഒരു ഏജിൽ അവരത് കരുതുന്നത്, അയ്യോ എന്നെ അമ്മ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അടിച്ചു, അത് അവരൊരു നാണക്കേടായിട്ട് കരുതും. അപ്പോൾ കുട്ടികൾ മറ്റുള്ളവരുടെ പ്രസൻസിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ നമ്മൾ പാരൻസ് ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് റിയാക്ട് ചെയ്യും. പക്ഷെ മാക്സിമം നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് പിന്നെ മക്കളെ ഒറ്റയ്ക്ക് കിട്ടുന്ന സമയത്ത് അവരെന്താണ് ചെയ്തത്, അതിൽ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവരെ ചെറുതായിട്ടൊക്കെ ഒന്ന് വഴക്ക് പറയാം, അതിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ചില പാരൻസ് ഉണ്ട്, കുട്ടി നല്ല മാർക്ക് വാങ്ങിക്കൊണ്ട് വന്ന വെരി ഗുഡ് എന്ന് പറയും, പക്ഷെ പറയും അതേപോലെ തന്നെ തെറ്റുകൾ വന്ന സാരമില്ല, അടുത്ത എക്സാമിന് നന്നായി ശ്രമിച്ചാൽ മതി, മാർക്ക് കുറഞ്ഞാൽ അങ്ങനെ പറയും. പക്ഷെ ചിലവരങ്ങനെയല്ല, നല്ല മാർക്ക് വാങ്ങിച്ചാൽ ഒന്നും പറയില്ല, കുറഞ്ഞു പോയാൽ വഴക്ക് പറയും. പക്ഷെ അങ്ങനെ ആവരുത്. നമ്മൾ കുട്ടികൾ നല്ലത് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയൊരു കാര്യമായിരിക്കും, പഠനം മാത്രമല്ല എന്തും, ഒരാളെ റോഡിൽ സഹായിച്ചു അല്ലെ, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ നല്ലത് ചെയ്തോ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ തെറ്റുകൾ ശകാരിക്കുന്നത് പോലെ, നീ നല്ലൊരു കാര്യം മോനെ അല്ല മോളെ ചെയ്തത് നന്നായി എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. കുട്ടികളുടെ മനസ്സ് എപ്പോഴും അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു പ്രോത്സാഹനം അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ അതിനായിട്ട് ശ്രമിക്കുക. പിന്നെ കൂടുതലും എല്ലാ തീരുമാനവും കൂടുതലും കണ്ടേക്കുന്ന ഒരു ഏജ് കഴിഞ്ഞാൽ മാതാപിതാക്കളാണ് എടുക്കുന്നത്. നീ ഇന്നത് ചെയ്താൽ മതി, ഇന്ന ഡ്രസ്സ് ഇട്ടാൽ മതി. കുട്ടികൾക്ക് ഒരു 10 വയസ്സിന് ശേഷം, മോസ്റ്റ്ലി 12 വയസ്സാകുമ്പോൾ അവർക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. ചിലവർക്ക് അത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യും, ചിലവരത് പുറത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. പക്ഷെ എന്തായാലും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ടാവില്ല. പഠിക്കാൻ വന്നിരിക്കുമ്പോഴാണെങ്കിലും ആദ്യം ഹോംവർക്ക് ചെയ്താൽ മതി എന്നിട്ട് പഠിച്ചാൽ മതി, അങ്ങനെ നമ്മൾ പറയേണ്ട. അവർ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് ആദ്യം പഠിക്കാനായിരിക്കും. അപ്പം മക്കളുടെ ഇഷ്ടം എന്താണ് അതനുസരിച്ചിട്ട് പഠിക്കുക, അല്ലെ ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അല്ലാതെ നമ്മളുടേതായ രീതിയിൽ ഇങ്ങനെ ചെയ്യണം അത് ചെയ്യണം, അത് അവരുടെ ഇഷ്ടങ്ങൾ അവർ പറയട്ടെ. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം. അതിന് പകരം നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ അവരിലേക്ക് അടിച്ചമർത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കുട്ടികളോട് എപ്പോഴും നമ്മൾ നിന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല, നീ ഇന്ന മത്സരത്തിന് ചേർന്നു, എന്തിനാ ചേർന്ന്, നിനക്കതിന് കഴിയില്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ കുട്ടികളോട് പറയാതിരിക്കുക, മാക്സിമം ശ്രമിക്കുക. ബിക്കോസ് അത് അവർക്കൊരു നെഗറ്റീവ് എനർജിയാണ് തരുന്നത്. നീ വരയ്ക്കാനൊക്കെ മോന് ഇച്ചിരി മോശമല്ല, മോളിത്തിരി മോശം, എന്നാലും കുഴപ്പമില്ല, നീ മത്സരത്തിന് ചേർന്നില്ല, മോൾക്ക് അറിയാവുന്ന രീതിയിൽ വരച്ചാൽ മതി എന്ന രീതിയിൽ നമ്മൾ പോസിറ്റീവായിട്ടൊന്ന് പറയാനായിട്ട് ശ്രമിക്കുക. മാക്സിമം നിനക്ക് അതറിയില്ല, നീ അത് ചെയ്യേണ്ട, അങ്ങനെ പറയണ്ട. അവർ താല്പര്യം ഉണ്ടായിട്ടല്ലേ കോമ്പറ്റീഷന് ചേർന്ന്, അല്ലെ ഒരിടത്ത് ഒരു കാര്യം അവർ ചെയ്യാൻ പോകുന്നവർക്ക് താല്പര്യം ഉള്ളതുകൊണ്ടാണ്. സോ അവരുടേതായ രീതിയിൽ അവർ ചെയ്യട്ടെ എന്ന് തന്നെ നമ്മൾ കരുതുക. പിന്നെ കുട്ടികൾ എന്തെങ്കിലും വിഷമമൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. അപ്പോൾ അത് നമ്മൾ മാക്സിമം ക്ഷമയോടുകൂടി, ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ മാക്സിമം ക്ഷമയോട് കുഞ്ഞുങ്ങൾ എന്താണോ പറയുന്നത് അതൊന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എല്ലാ പാരൻസിൻ്റെ ഒരു പ്രശ്നമാണ്, മാർക്ക് കുറഞ്ഞ് കഴിയുമ്പോൾ കുട്ടികൾ ഒരുപാട് വഴക്ക് പറയാറുണ്ട്. അപ്പോൾ പഠിക്കും മാത്രമല്ല, ഒരു കുട്ടിക്ക് പഠനത്തിൽ മാത്രം
മാത്രമല്ല വേറെ പലതിലും കഴിവുകളുണ്ടാവും. ചിലപ്പോൾ പഠിക്കാൻ ബാക്കിൽ നിൽക്കുന്ന ഒരു കുട്ടി വേറെ എന്തെങ്കിലും കോകരിക്കുലർ ആക്ടിവിറ്റീസിൽ നല്ല പെർഫോം ചെയ്യുന്ന ആളാവും. അപ്പോൾ നമുക്ക് ഒരു കുട്ടിയുടെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിനോടൊപ്പം ആ കുട്ടിക്ക് എന്തിലാണോ കഴിവ് അതിലേക്ക് നമ്മൾ ആ കുട്ടിയെ തിരിച്ചുവിടാനായിട്ടും ശ്രമിക്കുക. സോ ഇതൊക്കെ കുറച്ച് ടിപ്സുകളാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ബ്രെയിനി ബഡീസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.